പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ലക്കി പ്ലാന്റ് അക്വേറിയമാണ്. ലക്കി പ്ലാന്റ് അക്വേറിയം എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ലക്കി പ്ലാന്റ് എടുത്തിട്ടുണ്ട്. ഈ ലക്കി പ്ലാന്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ വേരുകളൊക്കെ കട്ട് ചെയ്ത് വേരുകൾ വേസ്റ്റായിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. പ്ലാന്റ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ അക്വേറിയം ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അക്വേറിയം ഗ്ലാസ്സിൽ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് സാൻഡാണ്. വൈറ്റ് സാൻഡ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ലെവൽ ചെയ്യണം. ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്ത് നന്നായിട്ട് അരികു മൂലയ്ക്കൊന്ന് നേരെ ആയിട്ട് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് നനച്ച് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്ത് കൊടുത്താലാണ് അതൊന്ന് ക്ലിയറായിട്ട് സെറ്റായിട്ട് ഇരുന്നോളും. സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ബ്ലാക്കും വൈറ്റും കലർന്ന സ്റ്റോണാണ്. അപ്പോൾ ചെറിയ സ്റ്റോണാണ്. നമ്മളതൊരു വഴി പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ. സെറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടൊരു ചെറിയ വഴി പോലെ സ്റ്റോൺ കൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പതിപ്പിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരുന്നത് ജസ്റ്റ് ഒന്ന് പതിപ്പിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഏകദേശം ഒരു വഴി പോലെ ആയിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഏകദേശം സെറ്റായിട്ടുണ്ട് വഴി പോലെ. അടുത്തത് നമുക്ക് മണി പ്ലാന്റാണ്. മണി പ്ലാന്റ് നമുക്കിങ്ങനെ ജസ്റ്റ് ഓരോന്നോരോന്ന് കുത്തി നിർത്താം. അത് നനച്ച് സെറ്റായതുകൊണ്ട് നനച്ച് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് നേരെ കുത്തി നിർത്തിയാൽ മതി. സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് അതൊക്കെ ജസ്റ്റ് കുത്തി വെച്ചാൽ മതി. ഒരു പ്ലാസ്റ്റിക് ഇറക്കി അതിൻ്റെ അകത്തേക്ക് വെക്കണം. എന്നിട്ട് വേണം വെള്ളം നിറയ്ക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതും അതുപോലെ തന്നെ മണി പ്ലാന്റ് കുത്തിർത്തേക്കുന്നതൊക്കെ ചെരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പതുക്കെ മാക്സിമം പതുക്കെ വെള്ളം ഒഴിച്ചെടുക്കുക. ഒരു ഫിഷ് മേടിച്ചിട്ടുണ്ട്. ബീറ്റ ഫിഷാണ് മേടിച്ചേക്കണേ, അതായത് ഫൈറ്റർ. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം അതിനെ വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഫിൽറ്ററും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഹാങ്ങിങ് ഫിൽറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണേ. ഫിൽറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അത്യാവശ്യം ക്ലിയറായിട്ട് തന്നെ നിന്നോളും. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച പുതിയൊരു അക്വേറിയം വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.